സ്വർഗീയ പിതാവാം ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഏപ്രിൽ 28, ഒന്നാമത്തെ വായനാ ഭാഗം, ആവർത്തന പുസ്തകം 15-ാം അധ്യായം. ഇവിടെ ഒരു വിമോചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിമോചന വർഷം മാത്രമല്ല, വിമോചനം എന്ന് പറയുന്ന ചില കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. ഒന്ന്, 7-ാമത്തെ ആണ്ട്, 7 ആണ്ട് കൂടുമ്പോൾ 7 ആണ്ടായി, അത് കഴിഞ്ഞ് അടുത്ത 7-ാമത്തെ ആണ്ട്, അത് കഴിഞ്ഞ് അടുത്ത 7-ാമത്തെ ആണ്ട്, ഇങ്ങനെയാണ്. അങ്ങനെ 7-ാമത്തെ ആണ്ട് നിൻ്റെ കൂട്ടുകാരൻ നീ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇളച്ചു കൊടുക്കണം. അപ്പം അവന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണല്ലോ തരാത്തത്, അതുകൊണ്ട് ഇളച്ചു കൊടുക്കണം, വിട്ടേക്കണം. അപ്പോൾ നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് നീ നിന്നോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമാക്കുവാൻ തരുന്ന ദേശത്ത് നിന്നെ ഏറ്റവും അനുഗ്രഹിക്കും. നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ നിന്നെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. നീ അനേകം ജാതികളെ ഭരിക്കും, എന്നാൽ അവർ നിന്നെ ഭരിക്കുകയില്ല. ഇതൊരു വാഗ്ദത്തമാണ്. അപ്പോൾ അവിടെയാണ് ഈ പറയുന്നത്, നീ നിൻ്റെ സഹോദരനായ കൂട്ടുകാരനെ ആ കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കരുത്. നിൻ്റെ പട്ടണത്തിൽ ഒരു ദരിദ്രനായ സഹോദരൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം അവൻ്റെ വല്ല കഠിനമാക്കരുത്. നിൻ്റെ കൈ തുറന്ന് അവന് കൊടുക്കണം. അപ്പം അവൻ ഒരു 6-ാമത്തെ വർഷമാണ് ചോദിക്കാൻ വരുന്നതെന്ന് വിചാരിച്ചോളൂ. അടുത്ത വർഷം 7-ാം സംവത്സരമാണ്, ആ വർഷത്തിൽ ഇളച്ചു കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് അവന് കൊടുക്കണ്ട എന്ന് നീ മനസ്സിൽ ചിന്തിക്കരുതെന്നാണ്. അങ്ങനെ ഒരു ദുർവിചാരം എന്നാണ് വാക്ക് എഴുതിയിരിക്കുന്നത്. നിൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ദുർവിചാരം തോന്നരുത്. ദരിദ്രനായ സഹോദരനോട് നിൻ്റെ കണ്ണ് നിർദ്ദയമായിരിക്കുകയും ചെയ്യരുത്. എന്നിട്ട് അവനൊന്നും കൊടുക്കാതിരിക്കുകയും അവൻ നിനക്ക് വിരോധമായി നിലവിളിച്ചിട്ട് അത് ദൈവം കേട്ടിട്ട് നിനക്ക് പാവമായി തീരും. നീ അവന് കൊടുത്തേ മതിയാകൂ, അങ്ങനെയാണ് വാക്യം പറഞ്ഞ്. നീ അവന് കൊടുത്തേ മതിയാകൂ എന്ന് പറയുന്ന ഭാഗത്ത് ഇന്ന് നമുക്കും അത് ബാധകമായ കാര്യമാണ്. നീ കൊടുത്തേ മതിയാകൂ. കൊടുക്കുമ്പോൾ ഹൃദയത്തിൽ വ്യസനം തോന്നരുത്. നിൻ്റെ ദൈവമായ യഹോവ നിൻ്റെ സകല പ്രവൃത്തികളിലും സകല പ്രയത്നത്തിലും അത് നിമിത്തം നിന്നെ അനുഗ്രഹിക്കും. ദരിദ്രൻ ദേശത്ത് അറ്റുപോകുകയില്ല. അതും ദൈവം പറഞ്ഞു, ദരിദ്രൻ ദേശത്ത് അറ്റുപോകുകയില്ല. എപ്പോഴും ദരിദ്രർ കാണും. നിനക്ക് അങ്ങനെ കൊടുക്കാൻ തക്കവണ്ണം. ദരിദ്രരാരും ഇല്ലല്ലോ, ഞാൻ ആർക്ക് കൊടുക്കാനാണ് എന്ന് ചിന്തിക്കേണ്ട ആവശ്യം വരില്ല. ദരിദ്രർ എപ്പോഴും നിൻ്റെ ചുറ്റും കാണും, ആരെങ്കിലുമൊക്കെ കാണും. അതുകൊണ്ട് നിൻ്റെ ദേശത്ത് അഗതിയും ദരിദ്രനുമായ നിൻ്റെ സഹോദരന് നിൻ്റെ കൈ മനസ്സോടെ തുറന്നു കൊടുക്കണമെന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. അപ്പോൾ അവിടെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇസ്രായേലിൽ ദരിദ്രനില്ലാതിരിക്കും. ഒരുത്തൻ വായ്പ വാങ്ങിച്ച് കൊടുക്കാൻ നിവൃത്തിയില്ല, പിന്നെയും അവന് വായ്പ വാങ്ങിക്കുന്നത് കൊടുക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ കടമെല്ലാം കടമായി കൂടുതൽ പ്രശ്നത്തിലേക്ക് അവൻ്റെ വസ്തുവകളെല്ലാം നഷ്ടപ്പെട്ടു പോവുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ വരാം. അതിനെന്തെങ്കിലും ഭൂമി ഉണ്ടെങ്കിൽ അതാരെങ്കിലും കൊണ്ടുപോകും, അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നീ കൈ അയച്ച് കൊടുക്കുകയും 7-ാം സംവത്സരത്തിൽ ഇളച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്താൽ, ഇവിടെ ഒന്ന് കൊടുക്കണം, ഇല്ലാത്തവന് ദരിദ്രന് കൊടുക്കണം. അത് 7-ാം സംവത്സരത്തിൽ തിരിച്ച് അതില്ലെങ്കിൽ ഇളച്ചും കൊടുക്കണം. അപ്പം ഒരു പരിധി വരെ നാട്ടിലെ ഇല്ലായ്മയെ, ദാരിദ്ര്യത്തെ ഒക്കെയും ചെറുക്കുവാൻ, അതിനെ നിയന്ത്രിക്കുവാൻ ഈ ഒരു പ്രവൃത്തി സഹായിക്കും. അതുപോലെ ഒരു എബ്രായ ദാസനോ എബ്രായ സ്ത്രീയോ അവൻ തന്നെത്താൻ വിൽക്കുകയാണ്. ഒരാൾക്ക് ഒരു എബ്രായ ദാസനെയോ എബ്രായ ദാസിയെയോ ഒരു ഇസ്രായേലിനെ വിൽക്കാൻ അനുവാദമില്ല. ഇസ്രായേലിൽ അങ്ങനെ അടിമകളൊന്നും പാടില്ല. പക്ഷേ ഒരു എബ്രായ ദാസനോ എബ്രായ സ്ത്രീയോ എബ്രായ പുരുഷനോ ഞാൻ സ്വയമായിട്ട് ഒരാളുടെ കൂടെ അങ്ങ് നിൽക്കുകയാണ്, ഒരു ദാസനെ പോലെ, അല്ലെങ്കിൽ ഒരു അടിമയെ പോലെ, അല്ലെങ്കിൽ ഒരു ജോലിക്കാരനെ പോലെ അങ്ങ് നിൽക്കുകയാണ്, വിട്ടുപോകാതെ. 1 വർഷമായി, 2 വർഷമായി, 3 വർഷമായി, അങ്ങനെ 7-ാമത്തെ വർഷത്തിൽ അവനെ സ്വതന്ത്രനായി വിട്ടയക്കണം. ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള നിയമങ്ങളാണ്. ഇവിടെ മോശ ഇവരെ ഓർമ്മിപ്പിക്കുന്നുള്ളേ ഉള്ളൂ. അങ്ങനെ വിട്ടയച്ചേക്കണം, 7-ാമത്തെ വർഷം വിട്ടയക്കണം, അവനെ ഫ്രീ ആക്കണം, സ്വതന്ത്രനാക്കണം.
പക്ഷേ അപ്പോഴും അവൻ പറയുകയാണ്, ഇല്ല, ഞാൻ നിന്നെ വിട്ടു പോകത്തില്ല എന്ന് പറഞ്ഞു നിന്നാൽ ഒരു ആണിയെടുത്ത് ഒരു സൂചി എടുത്ത് ചെവി ചേർത്ത് ഒരു സൂചി എടുത്ത് അവൻ്റെ കാത് വാതിലിനോട് ചേർത്ത് കുത്തിത്തുളയ്ക്കണം. അപ്പോൾ അങ്ങനെ ഒരു മാർക്ക് അവിടെ കിടക്കും. അപ്പോൾ വേറെ എങ്ങോട്ടെങ്കിലും കടയിലോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരു തുളയുള്ള ഒരു ചെവി കണ്ടു കഴിഞ്ഞാൽ ഇവനാർക്കോ തന്നെത്താൻ സമർപ്പിച്ച് ദാസനായി തന്നെത്താൻ ഏൽപ്പിച്ച ഒരുവനാണ് എന്ന് അത് മനസ്സിലാക്കാം. പിന്നെ അവൻ എന്നും നിനക്ക് ദാസനായിരിക്കണം, നിൻ്റെ ദാസിക്കും അങ്ങനെ തന്നെ ചെയ്യണം. അവനൊരു കൂലിക്കാരൻ്റെ ഇരട്ടി കൂലിക്ക് തക്കതായി 6 സംവത്സരം നിന്നെ സേവിച്ചതുകൊണ്ട് അവനെ സ്വതന്ത്രനായി വിട്ടയക്കുമ്പോൾ നിനക്ക് വ്യസനം തോന്നരുത്. നിൻ്റെ ദൈവമായ യഹോവ നീ ചെയ്യുന്ന സകലത്തിലും നിന്നെ അനുഗ്രഹിക്കും. പക്ഷേ അവൻ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവനെ സ്വതന്ത്രമായി വിട്ട 6 വർഷം എന്ത് സൗകര്യമായിരുന്നുള്ള ജോലിയെല്ലാം അവനെ കൊണ്ട് ചെയ്യിച്ചു. 7-ാമത്തെ വർഷം എങ്ങനെ സ്വതന്ത്രമായി വിട്ടയക്കും എന്ന് നിൻ്റെ മനസ്സിൽ തോന്നരുത്. കാരണം ഇത് ദൈവിക കൽപ്പനയാണ്, ഇത് നീ അങ്ങനെ തന്നെ ചെയ്യണം. അപ്പം അങ്ങനെ വിമോചനത്തിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഇവിടെ മോശെ ഈ ജനത്തെ ഓർമ്മിപ്പിക്കുകയും അവർക്ക് ഇത് സത്യം പറഞ്ഞാൽ ഒരു സമൂഹത്തിന് ഒരു രസകരമായ കാര്യമല്ല, എളുപ്പമുള്ള കാര്യമല്ല, ഇഷ്ടമുള്ള കാര്യമായിരിക്കൊള്ളണമെന്നില്ല. പക്ഷെ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ഒരു ജനസമൂഹം നന്നായിരിക്കേണ്ടതിന്, അതാണ് നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ വചനം തന്നെ പറയുന്നത്, നിൻ്റെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം. നമ്മളിതെങ്ങനെ നമുക്ക് വിചാരം വരും? ഇപ്പം കഴിഞ്ഞ നമ്മൾ ഈ യാഗങ്ങളൊക്കെ അർപ്പിക്കുമ്പോൾ ഈ യാഗത്തിൻ്റെ കത്തിച്ചു കഴിഞ്ഞാൽ അത് ദഹിപ്പിക്കാൻ വേണ്ടി ഹോമയാഗപീഠത്തിൽ അത് വെച്ച് അത് ദഹിപ്പിക്കുമ്പോൾ അത് രാത്രി മുഴുവൻ കത്തിക്കൊണ്ടിരിക്കണമെന്നാണ്. അപ്പോൾ രാത്രി മുഴുവൻ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റും? ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സ്മെല്ല് അല്ലേ, നമുക്കത് ഇഷ്ടമല്ല. ഈ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ഒക്കെ ശവം കത്തുന്ന സ്മരണം നമുക്ക് മനുഷ്യർക്ക് ഇഷ്ടമല്ല. പക്ഷെ നോക്കൂ, ദൈവത്തിന് അത് സൗരഭ്യവാസനയാണ് ദൈവത്തിന്. അപ്പോൾ അതുകൊണ്ട് നമുക്കിഷ്ടമില്ല എന്നുള്ളത് കൊണ്ട് അത് കൊള്ളത്തില്ല എന്ന് പറയുന്ന ഭാഗത്തിലല്ല, ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ ചിന്ത പോലെയും മനുഷ്യൻ്റെ ഇഷ്ടങ്ങൾ പോലെയും മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ പോലെയും മനുഷ്യൻ്റെ വിചാരങ്ങൾ പോലെയും അല്ല ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളും വിചാരങ്ങളും ഇഷ്ടങ്ങളും. അത് വ്യത്യസ്തമാണ്. അപ്പം അതുകൊണ്ട് ഈ ഹോമയാഗത്തിൽ നിന്ന് വരുന്ന പുകയുടെ മണം, തീയുടെ മണം, അല്ലെങ്കിൽ ആ നമ്മൾ ദുർഗന്ധം എന്ന് പറയുന്ന മണം ദൈവത്തിന് പ്രിയങ്കരമായിരിക്കുന്നത് പോലെ ഇവിടെ നമുക്കിഷ്ടമല്ല ഈ അടിമയെ വിട്ടയക്കുന്നത്, കടമിളച്ചു കൊടുക്കുന്നത്, ദരിദ്രന് കൊടുക്കുന്നത്. ഇതൊന്നും മനുഷ്യന് ഇഷ്ടമല്ല, പക്ഷേ ദൈവത്തിന് ഇഷ്ടമാണത്. അപ്പം നമ്മൾ ഹോമയാഗം കഴിക്കുന്നുണ്ടല്ലോ ആൾക്കാർ, ഇപ്പോഴല്ല, പണ്ട് ഹോമയാഗങ്ങൾ എന്തുമാത്രം ഹോമയാഗങ്ങൾ കഴിച്ചു. ആ സ്മെല്ല് അവർക്ക് ഇഷ്ടമില്ലെങ്കിലും അതൊരു ദൈവത്തിന് പ്രസാദകരമാണ്, തങ്ങൾക്ക് ഗുണകരമായി വരാൻ അത് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെയും നമുക്കിത് ഗുണകരമായി വരാനുള്ളതാണെന്ന് മനസ്സിലാക്കി ഈ പറഞ്ഞ കൽപ്പനകളും നമുക്ക് അനുസരിക്കാവുന്നതാണ്. 2-ാമത്തെ വായനാഭാഗം സഭാപ്രസംഗി 7-ാം അധ്യായം. അവിടെ മരണദിവസം ജനന ദിവസത്തേക്കാൾ ഉത്തമം, നല്ല പേര് സുഗന്ധതൈലത്തേക്കാളും ഉത്തമം. അപ്പോൾ മരണ ദിവസം ജനന ദിവസത്തേക്കാൾ ഉത്തമം എന്ന് പറയുന്നത് ചിലപ്പം ഒരു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ ദൈവവചനം സഭാപ്രസംഗിലൂടെ പറയുന്നത് മരണ ദിവസം ജനന ദിവസത്തേക്കാളും ഉത്തമം. അതുപോലെ പറയുകയാണ് നല്ല പേര് സുഗന്ധതൈലത്തേക്കാളും നല്ലത്. നമുക്കൊരു നല്ല പേരുണ്ടെങ്കിൽ, നാട്ടിലൊരു നല്ല പേരുണ്ടാകുന്നതാണ് സുഗന്ധതൈലം പൂശി നടക്കുന്നതിനേക്കാളും നല്ലത്. അതിൻ്റെ കൂടെ ചേർത്താണ് ഈ മരണ ദിവസം ജനന ദിവസത്തേക്കാളും ഉത്തമം എന്ന് പറയുന്നത്. അപ്പോൾ അതുവരെ ജീവിച്ചിരിക്കുമ്പം എന്തെങ്കിലും മോശം പേരുണ്ടെങ്കിലും ചീത്തപ്പേരുണ്ടെങ്കിൽ തന്നെയും മരണം വരുമ്പോഴാണ് ഒരാൾ കൂടുതൽ നല്ലതാകുന്നത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആളുകൾ ക്ഷമിക്കാൻ തയ്യാറാവും. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾ പറഞ്ഞു തുടങ്ങും, കൂടുതലായി സംസാരിക്കും. അതുവരെയും ആളുകൾ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങൾ ഓർത്തെടുത്ത് സംസാരിക്കും. അങ്ങനെ മരിക്കുന്ന ആൾക്ക് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ മാനം ലഭിക്കും. എത്ര മോശപ്പെട്ട ആൾ മരിച്ചാലും അയാളെക്കുറിച്ച് കുറേയൊക്കെ നല്ല കാര്യങ്ങൾ പറയാൻ ആളുകൾക്കുണ്ടാകും. അതാണ് മരണ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത.
വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാഭവനത്തിൽ പോകുന്നതാണ് നല്ലത്. മരണ വീട്ടിൽ പോകുന്നതാണ് വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാളും നല്ലത്. കാരണം ഈ ജീവിച്ചിരിക്കുന്നവർ അത് കണ്ടിട്ട് അയാളുടെ ഹൃദയത്തിൽ അത് സൂക്ഷിക്കും. തൻ്റെ വേണ്ടപ്പെട്ട ആൾ മരിച്ചപ്പോൾ ഇന്നയാൾ വന്നിരുന്നു എന്നുള്ളത് ആ ജീവിച്ചിരിക്കുന്ന ആൾ മറക്കയില്ല. താഴോട്ട്, കോഴ ജ്ഞാനിയെ പൊട്ടനാക്കുന്നു, കൈക്കൂലി ഹൃദയത്തേക്ക് എടുത്തു കളയുന്നു. അപ്പോൾ കൈക്കൂലി ആഗ്രഹിക്കുന്ന ഒരാൾ എപ്പോഴും അതിൻ്റെ ചിന്തയിലായിരിക്കും, തൻ്റെ പ്രവൃത്തിയിലല്ല. മറിച്ച് കൈക്കൂലി കിട്ടാനുള്ള ആഗ്രഹത്തിൽ ന്യായവും നീതിയും ഒക്കെ മറിച്ച് കളയും. അങ്ങനെ പൊട്ടനായി പോവും. ജ്ഞാനിയായിരുന്നാൽ പോലും വലിയ ജ്ഞാനിയാണ്, പക്ഷേ ആ ജ്ഞാനി കൈക്കൂലിക്ക് അടിമപ്പെട്ടു പോയാൽ അവൻ പൊട്ടൻ്റെ അവസ്ഥയിലേക്ക് പോകും. ആ ജ്ഞാനം അവൻ ഉപയോഗപ്പെടുത്തില്ല. ഒരിക്കൽ നമ്മൾ പണ്ടത്തെ കാലം ഇപ്പോഴത്തേക്കാൾ നന്നായിരുന്നു എന്ന് പറഞ്ഞ് ചിന്തിക്കുകയോ അതിൻ്റെ കാരണം എന്തെന്ന് ചോദിക്കുകയോ ചെയ്തത്. അപ്പോൾ ഒരിക്കലും പണ്ടത്തെ കാലമായിരുന്നു നല്ലത് എന്നൊരിക്കലും നീ പറയരുതെന്നാണ്. അപ്പോൾ സുഖകാലത്ത് സുഖമായിരിക്കുക, അനർത്ഥകാലത്തോ ചിന്തിച്ചു കൊള്ളുക. മനുഷ്യൻ തൻ്റെ ശേഷം വരുവാനുള്ളതൊന്നും ആരാഞ്ഞറിയാതിരിക്കേണ്ടതിന് ദൈവം രണ്ടിനെയും ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നല്ല കാലവും ഉണ്ടാക്കിയിരിക്കുന്നു, അനർത്ഥകാലവും ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പം ഇതിന് ശേഷം എന്ത് വരും എന്ന് മനുഷ്യനറിയാമെങ്കിൽ അതനുസരിച്ച് അവന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷെ അതവൻ അറിയാതിരിക്കേണ്ടതിന് ദൈവം രണ്ടിനെയും ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ്. ഇവിടെ ഒരു പാരം എഴുതിയിരിക്കുന്നത്, പണ്ടത്തെ കാലം നന്നായിരുന്നു എന്ന് പറയുന്നത് നീ അങ്ങനെ ചോദിക്കുന്നത് ജ്ഞാനമല്ലല്ലോ. ജ്ഞാനം ഒരു അവകാശം പോലെ നല്ലത്, സകല ഭൂവാസികൾക്കും അത് ബഹുവിശേഷം. ജ്ഞാനം ഒരു ശരണം, ദ്രവ്യവും ഒരു ശരണം. ജ്ഞാനമോ ജ്ഞാനിയുടെ ജീവനെ പാലിക്കുന്നു. ഇതത്രേ പരിജ്ഞാനത്തിൻ്റെ സവിശേഷത. എന്നിട്ടാണ് പറയുന്നത്, ദൈവം വളച്ചതിന് ആർക്ക് നേരെയാക്കാൻ കഴിയും? ദൈവം നേരെയാക്കിയാൽ ആർക്കും വളയ്ക്കാനും ഒക്കത്തില്ല. അപ്പം അതാണ് അവിടെ ദൈവത്തിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് പറയുന്നത്. അതിനീതിമാനായിരിക്കരുത്, അതിജ്ഞാനിയായിരിക്കുകയും അരുത്. നിന്നെ നീ എന്തിന് നശിപ്പിക്കുന്നു? അതിദുഷ്ടനായിരിക്കുകയും അരുത്, മൂഢനായിരിക്കുകയും അരുത്. കാലത്തിന് മുമ്പേ നീ എന്തിനു മരിക്കുന്നു? അപ്പം അതിനീതിമാനായിരിക്കരുത്, അതിജ്ഞാനിയായിരിക്കുകയും അരുത് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അതൊരു നെഗറ്റീവായി തീരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടായിരിക്കാം. അതിനീതിമാനായിരിക്കുന്നവന് അതിലങ്ങനെ തുടർന്നു പോകാനൊക്കത്തില്ല. അതൊരു പ്രകടനപരമായി ഇരിക്കാനാണ് പലപ്പോഴും സാധ്യത. അതിൽ നിന്ന് വീണു പോകാനോ പുറകോട്ട് പോകാനോ, അല്ലെങ്കിൽ അതിനീതിമാനായി പ്രകടിപ്പിക്കുമ്പം ഏറ്റവും മോശപ്പെട്ടവനായി തീരാനും. ഇപ്പോൾ കൈക്കൂലിയുടെ കാര്യം പറഞ്ഞു, ജ്ഞാനിയാണ്, വലിയ ജ്ഞാനിയാണ്, പക്ഷേ കൈക്കൂലിക്ക് അടിമപ്പെട്ട് കഴിയുമ്പം പൊട്ടൻ്റെ അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഒരു ജ്ഞാനവുമില്ലാത്തവൻ്റെ സ്വഭാവങ്ങൾ കാണിക്കുന്ന, പ്രകടനം കാണിക്കുന്ന മനസ്സുള്ളവനായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതുപോലെ. ഈ അധ്യായത്തിലാണ് വളരെ പ്രധാനപ്പെട്ട ബൈബിൾ സ്റ്റഡിയെ സംബന്ധിച്ചുള്ളൊരു പ്രധാനപ്പെട്ട വാക്യം കിടക്കുന്നത്. അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ 7:27 കാര്യം അറിയേണ്ടതിന് ഒന്നോടൊന്ന് ചേർത്ത് പരിശോധിച്ച് നോക്കിയിട്ട് ഞാൻ ഇതാകുന്നു കണ്ടത് എന്ന് സഭാപ്രസംഗി പറയുന്നു. അപ്പം ഞാൻ ഒന്നോടൊന്ന് പരിശോധിച്ച് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ കാര്യം ഇങ്ങനെയാണല്ലേ എന്ന് മനസ്സിലായത്. ബൈബിൾ പഠനത്തിൻ്റെ ഒരു വഴിയാണ് നമ്മളിവിടെ കാണുന്നത്. അതിനകത്ത് വേറെ ആശയങ്ങളൊക്കെ കാണും, പക്ഷേ ബൈബിൾ പഠിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന്. എന്താണ്? എന്നിട്ട് പറയുന്നുണ്ട്, എന്നെക്കുറിച്ച് ന്യായപ്രമാണ പുസ്തകത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും, ഇതായിരുന്നല്ലോ ക്രിസ്തു ഉള്ളതുവരെ അന്ന് വരെ ഉള്ള പുസ്തകങ്ങൾ. ഒന്ന് മോശയുടെ ന്യായപ്രമാണത്തിലും, പിന്നെ പ്രവാചക പുസ്തകങ്ങളിലും, പിന്നെ സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് വിശ്വസിക്കാത്തവരെ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നെക്കുറിച്ചുള്ള എഴുത്തുകളെ അന്നുള്ളൂ. അപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള എഴുത്തുകളാണ് അന്നുള്ളത്. അതുവരെ യേശുക്രിസ്തു ജനിക്കുന്നവരെ, അതുവരെ യേശുക്രിസ്തു ജീവിച്ചിരിപ്പില്ല. അപ്പോൾ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ വിശ്വസിക്കുന്നില്ല, അറിയുന്നുമില്ല, വിശ്വസിക്കുന്നുമില്ല. അതറിയാത്ത മന്ദബുദ്ധികളെ എന്ന് പറഞ്ഞിട്ടാണ് താനിങ്ങനെ കഷ്ടം അനുഭവിക്കുകയും ഒക്കെ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചൊക്കെ അവരോട് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ് എന്ന് പറഞ്ഞ ആ കാര്യമാണ്. അപ്പം എവിടെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്? ന്യായപ്രമാണ പുസ്തകത്തിൽ, സങ്കീർത്തനത്തിൽ, പ്രവാചക പുസ്തകങ്ങളിൽ, നമുക്ക് ഇന്നാണെങ്കിൽ സുവിശേഷത്തിൽ,
അതുപോലെ 4 സുവിശേഷ പുസ്തകങ്ങളുണ്ട് നമുക്ക്. അതുപോലെ ലേഖനങ്ങളുണ്ട്, അപ്പോസ്തല പ്രവൃത്തികളുണ്ട്. അതുപോലെ നമുക്ക് അവസാനം വായിക്കുന്ന വെളിപ്പാട് പുസ്തകമുണ്ട്. ഈ പുസ്തകങ്ങൾ അന്യോന്യം വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഒരു കാര്യത്തെക്കുറിച്ച്, ഇപ്പോൾ ദൈവം ആര് എന്നുള്ള കാര്യത്തിന്, ദൈവമെന്ന് പഴയ നിയമത്തിൽ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ പറയുന്ന കാര്യത്തിന് ഘടകവിരുദ്ധമായൊരു കാര്യം ഈ പുസ്തകത്തിൽ വേറെ ഒരിടത്തും കാണുകയില്ല. അതല്ലേ എൻ്റെ സത്യം. അപ്പം അങ്ങനെ ഒരിടത്തൊരു കാര്യം പറയുകയും അതിന് നേരെ വിപരീതമായ അല്ലെങ്കിൽ അതിന് അനുകൂലമല്ലാത്ത വേറൊരു കാര്യം ഈ പുസ്തകത്തിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള പുസ്തകത്തെ നമുക്ക് വിശ്വസിക്കാനൊക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് സത്യവേദ പുസ്തകമാണ്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്കത് പരിശോധിക്കേണ്ടത് പല വചനഭാഗങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ട് വേണം ഒരു കാര്യത്തെക്കുറിച്ചുള്ള കൃത്യമായ ആശയം, അർത്ഥം, അതിൻ്റെ അറിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പം അതാണ് ഒന്നോടൊന്ന് ചേർത്ത് നോക്കിയിട്ട് ഞാൻ ഇതാകുന്നു കണ്ടത് എന്ന് പറയുന്നത്. അതുപോലെ യെശയ്യാവ് 34:16 ഒരു വാക്യമുള്ളത്, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് നോക്കുവിൻ, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല എന്നാണ്. അവിടെയും അത് കൺഫേം ചെയ്യുന്നുണ്ട്. അപ്പോൾ യഹോവയുടെ പുസ്തകത്തിൽ, അപ്പം ഇവിടെ കാര്യം പറയുന്നത് ഒന്നോടൊന്ന് ഞാൻ പരിശോധിച്ച് നോക്കി എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് നോക്കുവിൻ, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. അത് യഹോവയുടെ മനസ്സ്, അല്ലെങ്കിൽ യഹോവയല്ലയോ അവയെ കൂട്ടി വരുത്തിയത് എന്നാണ്. ഈ വാക്യങ്ങളെല്ലാം കൂട്ടി വരുത്തിയതാണ്. പല സമയത്ത് പറഞ്ഞ വാക്യങ്ങൾ, പല ദേശങ്ങളിൽ പറഞ്ഞ വാക്യങ്ങൾ ദൈവമാണ് കൂട്ടി വരുത്തിയതെന്നാണ്. കൂട്ടി വരുത്തി ഈ പുസ്തകത്തിലാക്കിയിരിക്കുകയാണ്. ഇത് ദൈവം ചെയ്ത പണിയാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്നാണ്. അപ്പോൾ അത് കൂട്ടി വരുത്തിയിരിക്കുകയാണ്. യെശയ്യാവ് അത് എഴുതുന്ന സമയത്ത് അതിനു മുമ്പ് വേറെ പ്രവാചകന്മാരുണ്ട്, അതിനു മുമ്പ് ന്യായപ്രമാണ പുസ്തകമുണ്ട്. അപ്പോൾ ഇത് ദൈവം കൂട്ടി വരുത്തിയതാണെന്ന് പറയുകയാണ് അതിൽ. അപ്പോൾ ഇത് നമ്മുടെ പരിശോധന രീതിയായിരിക്കണം. ഇത് തന്നെയാണ് ദൈവം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വെച്ചത്. അല്ലാതെ യേശുവോ ദൈവമോ ഇപ്പം നമ്മളോട് സംസാരിക്കുന്നില്ല, ദൈവദൂതന്മാർ സംസാരിക്കുന്നില്ല, ഒന്നുമില്ല. നമ്മുടെ മുമ്പിലുള്ളത് ഈ പുസ്തകം മാത്രം. പുസ്തകം നോക്കി വേണം ദൈവത്തെക്കുറിച്ച്, ക്രിസ്തുവിനെക്കുറിച്ച്, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ കൽപ്പനകളെക്കുറിച്ച്, അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചൊക്കെയും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് ഈ ഒന്നോടൊന്ന് പരിശോധിച്ച് നോക്കിയിട്ടായിരിക്കണം എന്നുള്ളതാണ്. അതിന് കൂടുതൽ സമയമെടുത്തു. അത് അങ്ങനെ തന്നെ പറയേണ്ടതായതുകൊണ്ടാണ് അതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്. കാരണം ചില ആളുകൾ ചില വാക്യമെടുത്ത് പ്രസംഗിക്കുമ്പോൾ ആ വാക്യത്തിൽ തന്നെ നിന്ന് പ്രസംഗിച്ചാൽ നമ്മൾ എങ്ങും എത്തില്ല. പക്ഷേ അതിൻ്റെ എന്താണ് അതിനകത്തുള്ളത് ചിലപ്പോൾ വായിക്കുമ്പം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഇപ്പം ദൈവത്തിൻ്റെ പ്രതിമ എന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ, അപ്പോൾ അവിടെ നിന്ന് വചനത്തിലില്ലാത്ത കാര്യങ്ങൾ വേണമെങ്കിൽ പ്രസംഗിക്കാം. ദൈവത്തിൻ്റെ പ്രതിമ എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ പ്രതിമ പറഞ്ഞാൽ ദൈവമാണ് എന്ന് പറഞ്ഞ് നമുക്ക് പ്രസംഗിക്കാം. ദൈവത്തിൻ്റെ പ്രതിമയല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ പ്രതിമയാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം, ദൈവമല്ല. അപ്പോൾ അതിനെ ആ തരത്തിലാണ് കാണുകയും അതിന് അനുകൂലമായ വാക്കുകൾ കണ്ടെത്തി അത് പ്രസംഗിക്കുക. അപ്പോൾ ദൈവം ഒരുവനുണ്ട് എന്നും ദൈവത്തിൻ്റെ പ്രതിമയാണ് യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ, അപ്പോൾ ദൈവത്തിൻ്റെ പ്രതിമയാണ്, ഒരിക്കലും ദൈവമല്ല. പ്രതിമകളെല്ലാം ദൈവമാണോ? അപ്പോൾ ദൈവത്തിൻ്റെ പ്രതിമയാണത്. അതുകൊണ്ട് ആ തരത്തിൽ വേണം അതിനെ കാണാൻ. അതുകൊണ്ട് അന്യോന്യം എല്ലാ വാക്യങ്ങളും പല പുസ്തകങ്ങളും പരിശോധിച്ചിട്ട് വേണം ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ അധ്യായത്തിലെ കാര്യം. മൂന്നാമത്തെ വായന ഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 5-6 അധ്യായങ്ങൾ. ഇന്നലെ 4-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം നമ്മൾ വായിക്കുമ്പം, യോസഫ് എന്ന കുപ്രോസ് ദ്വീപുകാരനായ ഒരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലമെല്ലാം വിറ്റ് അത് പൂർണ്ണമായും കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അതാണ് നമ്മൾ അവസാനം വായിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായി നമ്മൾ ഇന്ന് 5-ാം അധ്യായത്തിൽ വായിക്കുന്നത്, എന്നാൽ അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായ സഫീറയോട് കൂടി അവരുടെ നിലം വിറ്റു. അപ്പം നിലം വിറ്റപ്പോൾ അവരുടെ മനസ്സിൽ ചിന്ത ഇതുപോലെ പൂർണ്ണമായും പണം വിറ്റ് കിട്ടിയ ധനം അവരുടെ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കാനായിരുന്നു. പക്ഷേ അത് വിറ്റതിന് ശേഷം അവർക്ക് തോന്നി കുറച്ച് പണം എടുത്ത് മാറ്റിവെക്കാം നമ്മുടെ ഭാവി ആവശ്യങ്ങൾക്ക് എന്ന് പറഞ്ഞ് അത് മാറ്റിവെച്ചു. അപ്പോൾ അവിടെ ചെല്ലുമ്പം ബാക്കി തുകയും കൊണ്ട് അവിടെ ചെല്ലുമ്പം അത് എടുത്തു വെച്ചത് ചിലപ്പം പകുതി കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അതിൻ്റെ മേജർ പോർഷൻ എടുത്ത് ചിലപ്പോൾ മാറ്റി കാണാം. എങ്ങനെയാണ് അറിയില്ല, അതിൻ്റെ ഒരു കാര്യങ്ങൾ അറിയില്ല. എന്നാലും അവിടെ മാറ്റി വെച്ചോ എന്നുള്ളത് ഉണ്ട്. അത് എന്നിട്ട് പത്രോസിൻ്റെ അടുക്ക വരുമ്പോൾ പത്രോസ് പറയുന്നത്, അനന്യാസെ, പരിശുദ്ധാത്മാവിന് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറേ എടുത്തു വെപ്പാനും സാത്താൻ നിൻ്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? അത് വിൽക്കും മുമ്പേ നിൻ്റെതായിരുന്നല്ലോ, വിറ്റ ശേഷവും നിൻ്റെ കൈവശമല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല ദൈവത്തോടത്തെ നീ വ്യാജം കാണിച്ചത്. അപ്പം നല്ലൊരു പോർഷൻ മാറ്റി കാണണം.
അതിൽ ചെറുതായിട്ട് കുറച്ചെന്തെങ്കിലും മാറ്റിയതായിരിക്കത്തില്ല, നല്ലൊരു പോർഷൻ മാറ്റി വെച്ചിട്ട്. അപ്പോൾ വിൽക്കണ്ടായിരുന്നു, വിൽക്കണ്ടാത്ത തരത്തിൽ തന്നെയാണ് ഇപ്പം അതിരിക്കുന്നത്. ഇപ്പോഴും അത് അവരുടെ കയ്യിൽ തന്നെയാണ്. അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. അതായത് ഒരു 10 ലക്ഷത്തിന് വിറ്റിട്ട് 10 ലക്ഷവും അവിടെ കൊണ്ട് വെക്കാനുള്ളതായിരുന്നു. അതിൽ 8 ലക്ഷം എടുത്ത് വെച്ചിട്ട് ബാക്കി 2 ലക്ഷം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയാൽ എങ്ങനെ ഇരിക്കും? 1 ലക്ഷം വെച്ചിട്ട് 9 ലക്ഷം കൊടുക്കാൻ തീരുമാനിക്കുന്നത് പോലെ അല്ലല്ലോ. അപ്പോൾ മേജർ പോർഷൻ 8 ലക്ഷം എടുത്ത് വെച്ചാൽ അത് വിൽക്കണ്ടായിരുന്നു, അങ്ങനെ കൊടുക്കുകയും വേണ്ടായിരുന്നു. കൊടുത്തു എന്ന പേരും എന്നാൽ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് ചോദിക്കുന്നത്. നീ മനുഷ്യരോടല്ല ദൈവത്തോട്. ഇപ്പം ഞങ്ങളെ പറ്റിക്കാമല്ലോ, ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുമ്പം നീ തന്നു എന്ന് എല്ലാവരും അറിയും. എന്നാൽ ദൈവത്തോട് വ്യാജം കാണിച്ചതുകൊണ്ട് ഇത് പറഞ്ഞു തീർന്ന ഉടനെ തന്നെ അയാൾ വീണ് മരിച്ചുപോയി, അനന്യാസ്. അത് കേട്ടെല്ലാവർക്കും ഭയമായി. ഒരു 3 മണി നേരം ഉച്ച കഴിഞ്ഞപ്പം ഭാര്യ സഫീർ ഇതൊന്നും അറിയാതെ അകത്ത് വന്നു. അവൾ അറിഞ്ഞില്ല ഭർത്താവ് മരിച്ചത്. പത്രോസ് അവളോട് ചോദിച്ചു, ഇത്രയ്ക്കാണോ നിങ്ങൾ നിലം വിറ്റത്? ഇവർ ഒരുമിച്ചാണല്ലോ ചെയ്തത്, ഈ മാറ്റി വെച്ചത്. ഇത്രയ്ക്കാണ് നിങ്ങൾ നിലം വിറ്റതെന്ന് ചോദിച്ചു. അതെ ഇത്രയൊക്കെ വിറ്റുള്ളൂ എന്ന് അവളും അപ്പം തന്നെ കള്ളം പറഞ്ഞു. അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? ഇതാ നിൻ്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിൽക്കലുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അവൾ അപ്പം തന്നെ വീണ് പ്രാണനെ വിട്ടു. ബാല്യക്കാർ അവളെയും കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഇത് അറിഞ്ഞ ആൾക്കാരെല്ലാം സർവ്വസഭയ്ക്കും അത് ഭയങ്കര ഭയമുണ്ടാക്കി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ ദൈവസന്നിധിയിൽ ഒന്ന് തീരുമാനിക്കുകയും അതിൽ വ്യാജം കാണിക്കുകയും, കാരണം ദൈവം ഇതൊന്നും കാണാതിരിക്കുകയല്ലോ, ദൈവം കാണാതിരിക്കുകയുമല്ല, ദൈവം ഇത് പത്രോസിന് വെളിപ്പെടുത്തിയ പോലെ ആർക്കെങ്കിലും വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള കാര്യം നമ്മളെപ്പോഴും ജാഗ്രതയോടെ സൂക്ഷിക്കണമെന്നുള്ളതാണ്. അതിൻ്റെ 2ാമത്തെ ഭാഗത്തിൽ അപ്പോസ്തലന്മാരുടെ കയ്യാൽ ഭയങ്കര അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ നടന്നു. അവരെല്ലാവരും ഒരുമിച്ച് കൂടി വരിക ഒക്കെ പതിവായിരുന്നു. പക്ഷേ ഈ രോഗികളെ കൊണ്ട് പുറത്ത് വയ്ക്കും. പത്രോസ് നടന്നു പോകുമ്പം നിഴൽ പതിച്ചാൽ മതി, അവർക്ക് സൗഖ്യമാകും. യേശുക്രിസ്തു പോലും അങ്ങനെ അത്രയും വലിയ അത്ഭുതം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ യേശുക്രിസ്തുവിലൂടെ അത്രയും വലിയ അത്ഭുതം നടന്നിട്ടില്ല. അപ്പം ഇവിടെ അതിനേക്കാളും വലിയ അത്ഭുതം നടക്കുകയാണ്. ഒരാളുടെ നിഴൽ വീഴുമ്പോൾ അയാൾ സൗഖ്യമാകുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് നടന്നതിനേക്കാളും വൻ കാര്യങ്ങൾ ഈ കാലത്ത് നടക്കേണ്ടതുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് വിശ്വാസത്തിലേക്ക് വന്നതിൻ്റെ എത്രയോ 10 മടങ്ങ് ആൾക്കാർ ഈ കാലത്തിലേക്ക് വിശ്വാസത്തിലേക്ക് വരേണ്ടതുണ്ട്. അതുകൊണ്ട് അതിന് തക്കതായ അത്ഭുതങ്ങൾ ഈ ജനത്തിൻ്റെ ഇടയിൽ നടന്നാനേ ഒക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവം അത് ചെയ്യുന്നതല്ല. യേശുക്രിസ്തു മോശമായതുകൊണ്ടോ ഇവർ നല്ലവരായതുകൊണ്ടോ ഒന്നുമല്ല. ഇതെല്ലാം ദൈവം ചെയ്യുന്ന പണികളാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ വലിയ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് 1-ാം നൂറ്റാണ്ടിൽ. അതുകൊണ്ട് നിഴൽ വീഴുമ്പോൾ തന്നെ അവർ സൗഖ്യമാവും. പക്ഷേ ഈ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും ഒരുപാട് പേരങ്ങനെ സൗഖ്യമാകുന്നുണ്ട്. അവരുടെ പേര് ഭയങ്കരമായ പ്രസിദ്ധമാകുന്നുണ്ട്. പലരും ഒരുപാട് ആൾക്കാർ വിശ്വാസികളാകുന്നുണ്ട്, സ്നാനപ്പെടുന്നുണ്ട്. നാട് ഒരു വലിയ തരംഗം എന്ന് പറയുന്ന തരത്തിലാണ്. അപ്പോഴാണ് മഹാപുരോഹിതനും സദൂക്യരും മതക്കാരായ അവൻ്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. രാത്രിയാണെങ്കിൽ കർത്താവിൻ്റെ ദൂതൻ വന്ന് കാരാഗ്രഹം തകർത്ത് അവരെ തുറന്ന് വെളിയിൽ കൊണ്ടുവന്നു. നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവൻ്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഇവർ ഇത് ചെയ്തുകൊണ്ടിരുന്നു. അവർ നോക്കുമ്പോൾ അവർ കാരാഗ്രഹത്തിൽ കിടന്നവരവിടെ പ്രസംഗിക്കുന്നു. അവർ തിരിച്ചു വന്ന് കാരാഗ്രഹം നോക്കിയപ്പോൾ കാരാഗ്രഹം നല്ല സൂക്ഷ്മത്തോടെ പൂട്ടിയിരിക്കുന്നതും കാവൽക്കാർ വാതിൽക്കൽ നിൽക്കുന്നതും കണ്ടു. തുറന്നപ്പോൾ അകത്ത് ആരെയും കണ്ടില്ല താരം. അപ്പോഴാണ് പറഞ്ഞത് അവരോട് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതെന്തായി തീരും? ഇതെന്തൊരു പരിപാടിയാണ്? കാരാഗ്രഹത്തിൽ ഇട്ട് പൂട്ടിയത് കാരാഗ്രഹം തുറക്കാതെയും തകർക്കാതെയും അതെല്ലാം അതുപോലെ ഇരിക്കെ തന്നെ അവർ പുറത്തു പോയിരിക്കുന്നു. ഇത് എന്ത് ചെയ്യും എന്നവർക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. പിന്നെ അവരെ വീണ്ടും പിടിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന് മുമ്പ് നിർത്തി മഹാപുരോഹിതൻ അവരോട് ഈ നാമത്തിൽ ഉപദേശിക്കരുതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പറയുകയാണ്, നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ, നിങ്ങൾ യെരൂശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു, ആ മനുഷ്യൻ്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാവുന്നു. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ
ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലങ്കല്ലായാൽ ഉയർത്തിയിരിക്കുന്നു. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാവുന്നു. അപ്പോൾ ഇത് ധൈര്യത്തോടെ ഇവർ ഭയപ്പെടാതെ ഇവർ പറയുന്നു എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. ഇവരിൽ കൂടെ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യവും പ്രശസ്തിയും ഒക്കെ ഒരു ഭാഗത്തുള്ളപ്പോൾ തന്നെ ഇവർ ഈ ന്യായാധിപ സംഘത്തെ ഭയമുള്ള ഒരു സമൂഹമാണ്. ന്യായാധിപ സംഘത്തെ ഭയമാണ് എല്ലാവർക്കും. ന്യായാധിപ സംഘത്തെ ബഹുമാനിക്കുകയും ന്യായാധിപ സംഘത്തിൻ്റെ തിരുവായ്ക്ക് എതിർവ പറയാതെ ഇരിക്കുകയും ഇതൊരു സാഹചര്യവും സമൂഹവുമാണ്, അല്ലെങ്കിൽ കാലഘട്ടവുമാണ്. അവിടെയാണ് ഇവരെ ഭയമില്ലാതെ ധൈര്യത്തോടെ അവർ തെറ്റ് ചെയ്യുകയല്ലല്ലോ, അവർക്ക് നല്ല ബോധ്യമുണ്ട് തങ്ങൾ എന്താ ചെയ്യുന്നത്. അവർക്ക് കണ്ണിൽ നോക്കുമ്പോൾ തെറ്റായിരിക്കാം, പക്ഷെ തങ്ങൾ ചെയ്യുന്നത് എന്താണെന്നുള്ളത് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് അവർ ചെയ്യുന്ന കാര്യം ധൈര്യത്തോടെ. ഇത് നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും ലോകത്തെല്ലായിടത്തും എൻ്റെ സാക്ഷികളാകുമെന്ന് ക്രിസ്തു പറഞ്ഞ വാക്കോടെ കിടപ്പുണ്ട്. അപ്പോൾ ഇവർ ശക്തി പ്രാപിച്ചു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോഴത്തേക്ക് മുമ്പ് ഭയന്ന് ഒളിച്ചു പോയോ, എനിക്കവനെ അറിയില്ല, ഞാനവൻ്റെ കൂടെ ഉള്ളവനല്ല, ആരാണോ എന്തോ എന്നും പറഞ്ഞ പത്രോസ് അല്ല. ഇന്ന് ആ പത്രോസാണ് ധൈര്യത്തോടെ ഇത് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതാണ് ഇവർക്ക് മറ്റൊരു വിഷയം. ഇവർക്ക് ഭയപ്പെടുന്നില്ല. അപ്പോൾ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഈ സന്നിധിന സംഘത്തെ അല്ലെങ്കിൽ ന്യായാധിപ സംഘത്തെ ഭയമില്ലാതെ ഇവർ സംസാരിക്കുന്നു എന്നുള്ളത്. അതും അവർക്ക് കുറച്ചിലാണ്. ബാക്കിയുള്ളവർ ഇവരിങ്ങനെ കാണിച്ചാൽ ബാക്കിയുള്ളവർ ഞങ്ങളെ ഭയപ്പെടില്ലല്ലോ, ബാക്കിയുള്ളവർ ഞങ്ങൾ പറയുന്നത് അനുസരിക്കില്ലല്ലോ, ഞങ്ങളെ നിസ്സാരരാക്കി കാണുമല്ലോ. ഇത് അവിടുത്തെ മറ്റൊരു വിഷയവുമാണ്. എന്നാൽ അവിടെ ഇപ്പോൾ ഗമാലിയൽ എന്ന് ഒരു ധർമ്മോപദേഷ്ടാവും സർവ്വജനത്തിന് ബഹുമാനമുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. ഗമാലിയൽ എന്നാണ് അയാളുടെ പേര്. അത് പരീക്ഷനാണ്. ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റ് മറ്റുള്ളവരെല്ലാവരും പുറത്താക്കാൻ കൽപ്പിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇസ്രായേൽ പുരുഷന്മാരെ, ഈ മനുഷ്യരുടെ കാലത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് സൂക്ഷിച്ചു കൊള്ളണം. നാളുകൾക്ക് മുമ്പ് തിദ്യാസ് എന്നൊരുവൻ എഴുന്നേറ്റ് താൻ മഹാൻ എന്ന് നടിച്ച് ഏകദേശം 400 പുരുഷന്മാർ അവനോട് കൂടി ചേർന്നു. എങ്കിലും അവൻ നശിക്കുകയും അവനെ അനുസരിച്ചവരെല്ലാവരും ചിന്നി ഒന്നുമില്ലാതാകുകയും ചെയ്തു. അവൻ്റെ ശേഷം ഗലീലക്കാരനായ യൂദ ചാർത്തലിൻ്റെ കാലത്ത് എഴുന്നേറ്റ് ജനത്തെ പക്ഷം ചേരുവാൻ വശീകരിച്ചു. അവനും നശിച്ചുപോയി. ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചന പ്രവൃത്തിയൊക്കെ മാനുഷ്യമെന്ന് വരികിൽ അത് നശിച്ചുപോകും. ദൈവികമെങ്കിലോ നിങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ. അതുകൊണ്ട് നിങ്ങൾ അവരെ വിട്ടേക്ക്, അവരുടെ വഴിക്ക് പോകട്ടെ. അത് ശാശ്വതമാകാനുള്ളതാണെങ്കിൽ ശാശ്വതമാകും. ദൈവത്തിന് വിരോധമായി നിങ്ങൾക്ക് പ്രവർത്തിച്ചൊന്നും ജയിക്കാനൊക്കില്ല. അപ്പോൾ ദൈവികമാണെങ്കിൽ നിലനിൽക്കും, മാനുഷികമാണെങ്കിൽ നശിച്ചു പോകും. നിങ്ങൾ അവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട എന്നാണ് ഗമാലിയൽ പറയുന്നത്. എന്നിട്ട് വീണ്ടും അവരെ വരുത്തി, അപ്പോസ്തലന്മാർ വരുത്തി അടുപ്പിച്ചു. അപ്പോൾ വിടാനാണ് പറഞ്ഞത്, പക്ഷേ അവിടെ അടുപ്പിച്ചു. പക്ഷെ അടുപ്പിക്കേണ്ട അവർക്കൊരു ആവശ്യമായിരുന്നു. കാരണം ഇത് കണ്ടു നിൽക്കുന്ന ജനത്തെ വരുതിയിലാക്കണമെങ്കിൽ അത് ചെയ്തേ വെക്കുള്ളൂ. ഇനി യേശുവിനെ നാം സംസാരിക്കരുത് എന്ന് കൽപ്പിച്ച് അവർ വിട്ടയച്ചു. എന്നിട്ട് ഇവരാണെങ്കിലോ തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചും കൊണ്ട് ന്യായാധിപ സംഘത്തിൽ നിന്ന് പുറപ്പെട്ടു പോയി. അപ്പോൾ ഇവർ തല്ലുകൊണ്ടോന്നും അവർക്ക് വിഷയമില്ല, അവർക്ക് സന്തോഷം കൂടിയതേ ഉള്ളൂ. 2 തല്ലുകൊണ്ടപ്പോൾ ആ കർത്താവിന് വേണ്ടി എനിക്ക് 2 തല്ലുകൊള്ളേണ്ടി വന്നല്ലോ, ദൈവത്തിന് വേണ്ടി 2 തല്ലുകൊണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് അവരവിടുന്ന് പോകുന്നത്. പിന്നെ അവർ ദിനംപ്രതി ദേവാലയത്തിലും ഒരു പരിപാടി നിർത്തിയില്ല. വീണ്ടും അവർ ദിനംപ്രതി ദേവാലയത്തിലും വീട് തോറും ഇടവിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ അതാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് 6-ാമത്തെ അധ്യായത്തിൽ ശിഷ്യന്മാർ ഒരുപാട് പെരുകി വന്നു. വിശ്വസിക്കുന്നവർ മാത്രമല്ല, ശിഷ്യന്മാർ, അതായത് ഈ ക്രിസ്തുവിൻ്റെ വേലയിൽ വരാനുള്ള ശിഷ്യന്മാർ ഒരുപാട് പേര് പെരുകി വന്നപ്പം അവരവരുടെ കുടുംബം നോക്കുന്നില്ല, അല്ലെങ്കിൽ കുടുംബം നോക്കുന്നില്ല, അവരുടെ വിധവമാരെ ദിനംപ്രതിയിലെ ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് എബ്രായ ഭാഷക്കാരുടെ നേരെ പെറുപെറുത്തു. 12 ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി. ഈ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാർ അവർ ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവത്തിനെ ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവിൻ. അവരെ ഈ വേലയ്ക്ക് ആക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കാം. അങ്ങനെയാണ് സ്തെഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഖരോസ്, നിഖാനോർ, തീമോന്, പർമനോസ്, യഹൂദ മതാനുസാരിയായ
അന്ത്യോക്യക്കാരൻ നിക്കോലോവസ്, അങ്ങനെ 7 പേരെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ 7 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അവരുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവർക്ക് അതിൻ്റെ ആവശ്യമായ കാര്യങ്ങൾ പകർന്നു കൊടുക്കുകയാണ്. അങ്ങനെ ദൈവവചനം പരന്നു എല്ലായിടവും വരുന്നു. ഇതിനിടയ്ക്കാണ് സ്തെഫാനോസിനെ സംബന്ധിച്ചൊരു കാര്യം പറയുന്നത്. സ്തെഫാനോസ്, ഈ 7 പേരിൽ ഒരുവനായ സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ദൈവത്തിൽ വലിയ അത്ഭുതങ്ങളോടെ ആളുകൾ ചെയ്തു. അപ്പോൾ അവിടെ ചിലർ എഴുന്നേറ്റ്, ഏതെന്നറിയാമോ, ലിബത്തീനർ എന്നു പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സാന്ദ്രിയക്കാരിലും കിലിക്കിയ ആസിയ എന്ന ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് സ്തെഫാനോസിനോട് തർക്കിച്ചു. പക്ഷേ സ്തെഫാനോസ് പറഞ്ഞ ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽക്കാൻ അവർ കഴിഞ്ഞില്ല. അപ്പോൾ അവർ ചില പുരുഷന്മാരെ വശത്താക്കി, ഇവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. അപ്പോൾ അവനെതിരെ ദുരാരോപണം, സ്തെഫാനോസിനെതിരെ, ഇത്രയും നല്ലവനായ സ്തെഫാനോസിനെതിരെ ദുരാരോപണം ഉന്നയിച്ചു. അവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി. ഇത് തന്നെയാണല്ലോ യേശുവിനും ഉണ്ടായത്. ദുരാരോപണം എന്നർത്ഥിക്ക് അവർ അത് കേട്ടതെല്ലാം അത് ദൈവത്തിനും മോശയ്ക്കും വിരോധമായി ക്രിസ്തു സംസാരിച്ചു എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഒരു ദുരാരോപണം തന്നെ പറയുകയാണ്. അങ്ങനെ സംസാരിക്കാൻ ഞങ്ങൾ കേട്ടു എന്ന് പറയാൻ പറഞ്ഞു. എന്നിട്ട് വിശുദ്ധ സ്ഥലത്തിനും ന്യായപ്രമാണത്തിനും വിരോധമായി ഇടപെടാതെ സംസാരിച്ചു വരുന്നു. ആ നസറേയക്കാരനായ യേശു ഈ സ്ഥലം നശിപ്പിച്ച് മോശെ നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയും എന്ന് അവർ പറയുന്നത് ഞങ്ങൾ കേട്ടു. അപ്പം മോശെ തന്ന മര്യാദകളെ നമുക്ക് മാറ്റണം എന്നൊക്കെ സംസാരിക്കുന്നവർ കേട്ടു എന്ന് പറയിച്ചു. അപ്പം ന്യായാധിപ സംഘത്തിന് മുമ്പേ വന്നു. അവിടെ ഇരുന്നവരെല്ലാവരും അവൻ്റെ മുഖത്ത് നോക്കിയപ്പം അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു എന്നാണ് നമ്മൾ അവസാനിക്കുന്നത്. ഇനി നമ്മൾ 7-ാം അധ്യായത്തിൽ ഒക്കെ നമ്മൾ താഴോട്ട് വരുമ്പം 7-ാം അധ്യായത്തിൽ ഇവനോട് സ്തെഫാനോസിനോട് ചോദിക്കുന്നു, ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് ഒരു ദീർഘമായ ഒരു പ്രസംഗം 7-ാം അധ്യായത്തിൽ നമുക്ക് കാണാം നാളത്തെ വായനയിൽ. അപ്പോൾ ഇവിടെ ഇപ്പോൾ സ്തെഫാനോസ് പിടിക്കപ്പെട്ടു. സ്തെഫാനോസ് ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. എല്ലാവരും നോക്കിയപ്പോൾ അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. അവൻ ചെയ്ത കുറ്റത്തിൻ്റെ ന്യായം ചോദിക്കുന്ന ഒരു കാര്യത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അത്രയും ഭാഗമാണ് നമ്മളിന്ന് വായിച്ചു നിർത്തുന്നത്. 3 ഭാഗങ്ങളിലൂടെ അവസാനിക്കുന്നു. ദൈവം കാത്തു സൂക്ഷിക്കട്ടെ. കൂടുതലായി ദൈവത്തിനെ മനസ്സിലാക്കുന്നത് ശരിയായത് തന്നെ ആയിരിക്കുവാൻ എപ്പോഴും പ്രാർത്ഥനയോടെ ആയിരിക്കുക. നമ്മൾ ഒരാൾ പറയുന്നതല്ല കേൾക്കേണ്ടത്, പറയുന്നത് ദൈവവചന പുസ്തകത്തിൽ അങ്ങനെ തന്നെ ഉണ്ടോ എന്ന് മനസ്സിലാക്കി അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിനു മുമ്പ് നമുക്കുണ്ടാകേണ്ട ഒരു വലിയൊരു പ്രാർത്ഥനയാണ്, ദൈവമേ സത്യം എനിക്ക് കാണിച്ചു തരണമേ, സത്യം എനിക്ക് മനസ്സിലാക്കി തരണമേ, സത്യം എന്തെന്നെ അറിയിക്കണമേ, അത് കണ്ടാൽ അത് വിശ്വസിക്കാൻ ആവശ്യമായ കൃപ അടിയന് തരണമേ. അങ്ങനെയുള്ളൊരു സറണ്ടർ, ഒരു താഴ്മ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. നമുക്ക് ഇവിടെ നേരത്തെ ഗമാലിയേൽ പറഞ്ഞതുപോലെ ദൈവികമായതിനെ നമുക്ക് ചെറുക്കാനൊക്കത്തില്ല. അപ്പോൾ ദൈവത്തിന് മുകളിൽ നമ്മൾ പോകാൻ പാടില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല, ഞാൻ അങ്ങനല്ല, ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കിയത്, ഇങ്ങനെയാണ് എൻ്റെ അപ്പനപ്പന്മാർ പറഞ്ഞത് എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മുകളിലായി നമ്മൾ കുറ്റക്കാരായി തീരാനിടയാകരുത്. ദൈവത്തിന് കീഴ്പ്പെട്ട് തന്നെ ഇരിക്കുക, ദൈവത്തിന് സറണ്ടറായിക്കൊണ്ട് ഇതുവരെയും നമ്മളിപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് ശരി തന്നെയാണോ എന്ന് നമുക്ക് കേട്ടറിവും പറഞ്ഞറിവുമുള്ള കാര്യങ്ങളാണ്. അതങ്ങനെ തന്നെയാണോ എന്ന് എവിടെ കേട്ടാലും, ഇവിടെ പ്രസ്താവിച്ചാലും എവിടെ കേട്ടാലും അത് വചനപ്രകാരം അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കണമെന്നും നമുക്ക് ഓരോരുത്തരും അങ്ങനെ പരിശോധിച്ചിട്ട് സത്യത്തിൻ്റെ ഭാഗം നിൽക്കുവാനും ആ സത്യം നമ്മൾ ഓരോരുത്തരും സ്വതന്ത്രമാക്കുവാനും ആ സ്വാതന്ത്ര്യം അത് നമുക്ക് നമ്മുടെ നമുക്ക് പോകേണ്ട വഴി കാണിച്ചു തരികയും ആ എത്തേണ്ടടുത്ത് എത്തുകയും അനുഗ്രഹം പ്രാപിക്കുകയും എന്നുമെന്നേക്കും ജീവിക്കുന്ന ആ ഒരു കണ്ണീരും കരച്ചിലും സങ്കടവും വേദനയും അസൂയയും മോഹവും ഒന്നുമില്ലാത്ത മരണം പോലും മാറി നിൽക്കുന്ന ആ ഒരു കാലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനും ഇടയാകട്ടെ. നന്ദി.